എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 36-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. അഭിഷേക വിഘ്നം. അന്നൊരു നാളിൽ ദേവദാസനാം മഹാരാജൻ ധന്യനായി സജീവനെ ചാരത്ത് വിളിച്ചുടൻ തന്നെ കുമാരൻ്റെ അഭിഷേക സംഭാരങ്ങൾ നന്നായി ചെയ്വതേപ്പറ്റി ചിന്ത ചെയ്തിടും കാലം. നിന്ദ്യനാം കുടിലാഗ്രണിയായുള്ള സജീവനും വന്ദ്യനാം രാജൻ തന്നോടീ വിധം മുര ചെയ്താൻ. തമ്പുരാൻ മഹാരാജൻ അൻപിനോടഖിലവും വമ്പുകളോടെ സർവം നടത്തി വന്നിടുന്നേൻ. എങ്കിലും കാലം 2 പക്ഷങ്ങൾ വേണ്ടിയിടുമേ മംഗളാഭിഷേകത്തിൻ സംഭാരപൂർത്തിക്കായി. കമ്പങ്ങളേൽക്കാതുള്ളോൻ പന്തള മഹീപതി മന്ത്രിതൻ മായാവാണി സത്യമെന്നോർത്തിയിടിനാൻ. മാസം 1 കാലം മാനസകുമാരൻ്റെ രാജ്യവാഴ്ചയെ ഓർത്തു വസിച്ചാൻ മഹീപാലൻ. മാനസേ വിപരീത ഭാവങ്ങൾ വിചാരിക്കും ഹീനചിത്തനാം മന്ത്രി പത്തനെ ഗമിച്ചുടൻ. മാനസേ വിചാരിച്ചാൻ നീചമാം കാര്യങ്ങളെ ഹീനചിത്തന്മാർക്കുണ്ടോ നന്മകൾ തോന്നിയിടുന്നു. കാന്താരവാസിയാകും മണികണ്ഠൻ കുമാരനെ ഭ്രാന്തമായി നരേശനും രാജ്യാഭിഷേകം ചെയ്യുവാൻ ചിന്തിച്ച മനോഗതം ചെന്തിയായി എനിക്കയ്യോ. ഹന്ത ഞാനെന്തു ചെയ്വൂ ചാവാതിന്നിരിക്കയോ. വൃദ്ധനാം രാജൻ നിജപുത്രനാം കുമാരനെ പൃഥ്വിപാലനത്തിനായി ഇച്ഛിക്കും ദശാന്തരേ. എൻ മനോഗതം മേൽ നടപ്പാൻ എളുതാവതാൻ മനം നുറുങ്ങിയിടും മാടൽ പിണഞ്ഞുപോം. രാജരാജനാം രാജപുത്രൻ ലഭിക്കേണ്ട ഭൂഭാരം മഹീപതി അന്യന് നൽകിയിടുമ്പോൾ ബാലനായി ഭൂഭാരങ്ങൾ ഞാൻ മുതാ നടത്തിയിടുമെന്ന് ആഗ്രഹിച്ചതും അയ്യോ ആകാതിരിപ്പതോ. രാജരാജൻ നന്നേ ബാലനാകയാൽ മമ കാമിതം വിചാരിച്ചതേറെയും തകർന്നയ്യോ. വാമലോചനപതേ എന്തു ഞാൻ ചെയ്തിടേണ്ടു. ധീരനാമെന്നിൽ കൃപാസാരങ്ങൾ ചൊരിയണേ. മന്ത്രിയും കൊതിയേറി ചിന്തിതം തുടരുമ്പോൾ തന്ത്രങ്ങൾ അനേകമായി ചിന്തിച്ചാൻ മനം തന്നിൽ. തന്ത്രത്താൽ മണികണ്ഠൻ ഉണ്ണിയെ മായിച്ചിടുവാൻ അന്തരംഗത്തിൽ മന്ത്രി ചെയ്തതാം കുതന്ത്രങ്ങൾ ചിന്ത ചെയ്യുവാൻ കൂടി ത്രാണിയുമില്ലേ ദേവാ. ചിന്തിച്ചാൽ പോലും ദോഷം വന്നിടുമെന്നാകിലും എന്തു ഞാൻ ചെയ്വൂ നാഥ നിന്തിരി നിയോഗത്താൽ. കുടിലൻ്റെ കുതന്ത്രങ്ങൾ ഏതാനും ചൊല്ലാമടിയൻ ഭഗവാനെ മണികണ്ഠ പാഹി പാഹി മാം വിഭോ. ആഭിചാരത്താൽ മന്ത്രി ഉണ്ണിയെ നശിപ്പിക്കാൻ ആദ്യമായി ദുഷ്കർമ്മങ്ങൾ ചെയ്യുവാൻ ഉരുപ്പെട്ടാൻ. എത്രയും ദുരാചാര ചിത്തരാം ആഭിചാര സത്തമന്മാരെ ദുഷ്ടൻ വരുത്തി ചൊല്ലിയിടിനാൻ. ഏറെയായി വിത്തം നൽകാം വീരരാം നിങ്ങൾ നന്നായി ധീരനെ നശിപ്പിക്കാൻ ദുഷ്കൃതം ചെയ്തിടേണം. തീരണം മണികണ്ഠൻ തത്ര ദുഷ്പ്രയോഗേന മോദേന ഞാനും നിങ്ങൾക്കേകീടാം ദേശം 10. ദുഷ്ടനാം സജീവൻ ചൊന്നതത്രയും പ്രിയമായിട്ട് എത്രയും ദുരാചാര കർമ്മങ്ങൾ അവർ ചെയ്താർ. സർവലോകേശൻ തന്നെ നിധനം ചെയ്തിടുവാൻ സർവപാപമാഭിചാരങ്ങൾ അനുഷ്ഠിച്ചാർ. ചണ്ടാംശുകിരണങ്ങൾ മറയ്ക്കുവാൻ മിന്നാമിനുങ്ങ് മണ്ടിയിടലുമുണ്ടാകുമോ ഉലകിൽ നിശീഥിനി. എങ്കിലും മനുജാകൃതി ഭഗവാൻ ധരിക്കയാൽ പങ്കങ്ങൾ സംബന്ധങ്ങൾ പെട്ടുപോയി ശിവശിവ. ദുഷ്ടരാം അവർ ചെയ്ത നിഷ്ഠൂരകർമ്മങ്ങളാൽ പെട്ടുപോയി ഗാത്രം വ്രണപ്പെട്ടുപോയി സത്തുക്കളെ. പുഷ്ടവേദന പൂണ്ട് അതിക്ലിഷ്ടനാം കുമാരനെ പൃഥ്വിപാലകൻ കണ്ട് കൃഷ്ണനായി ചമകയും. രാജ്യവൈദ്യന്മാരെയും വരുത്തി ചികിത്സിച്ചാൻ ആർത്തിപോവതിനായി രാജാവ് മുടനപ്പോൾ. ഭേദമായി ഇലരോഗം ഔഷധപ്രയോഗത്താൽ മേദിനീപാലൻ തപ്തചിത്തനായി വലഞ്ഞപ്പോൾ. ആകുലചിത്തം തന്നിൽ കൈലാസേശന്റെ ധ്യാനം ആകുലാത്മനാരാജൻ തോരാതെ വേറും നേരം. ആഗമിച്ചവിടപ്പോൾ വൃദ്ധനാം ഒരു യോഗി ആകുലാത്മനും വേഗം പാതാരം പൂകിടിനാൻ. വേപതു ശരീരനായി രാജാവ് ചോദിച്ചപ്പോൾ എങ്ങു നിന്നെഴുന്നള്ളി മംഗളാത്മനാ ഭവാൻ. ഞങ്ങളെ അനുഗ്രഹിച്ചിടുവാൻ കൃപാപൂർവം ഭിക്ഷയും പരിഗ്രഹിച്ചിവിടെ വസിച്ചാലും ഭിക്ഷോമത്സുതന്നേറ്റ ദീനങ്ങൾ ഹനിച്ചാലും. മന്നവാഭിലാഷങ്ങൾ ഗ്രഹിച്ച സന്യാസീന്ദ്രൻ മന്നവൻ കുമാരനെ മുൻപിലങ്ങെത്തിക്കുവാൻ ചൊന്നപ്പോൾ സഹർഷത്താൽ രാജാവ് കുമാരനെ സന്യാസി മുന്നിൽ ഭക്തിയാ വരുത്തി വണങ്ങിനാൻ. ഓം സ്വാമിയേ ശരണമയ്യപ്പ.
എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.